അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ മാപ്പ് പറഞ്ഞ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക്യോൾ അത്തരമൊരു നീക്കം ഇനി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം യൂൻ രാജിവെക്കണമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടി പ്രസിഡന്റ് വൈകാതെ രാജി സമർപ്പിക്കേണ്ടത് അനിവാര്യമെന്നും PPP നേതാവ് ഹാൻ ഡോങ് ഹുൻ പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ കൊറിയയിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ദേവിക, ദിവസങ്ങൾക്ക് മുമ്പാണ് ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഉത്തര കൊറിയയുമായി ചേർന്ന് ഈ ദക്ഷിണ കൊറിയയിലെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ളൊരു നീക്കമുണ്ടായത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനകം തന്നെ അത് പിൻവലിക്കേണ്ടിയും വന്നു. പാർലമെൻറ്റ് ഉൾപ്പെടെ അടിയന്തര സമ്മേളനം നടത്തി അടിയന്തരാവസ്ഥ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുകയും സ്പീക്കർ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പ്രസിഡന്റ് യൂങ് സ്യൂക്യൂളിനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിൻവലിക്കേണ്ട ഒരു സാഹചര്യവുമുണ്ടായി. അത്തരത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ട സാഹചര്യം 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടായതിനു ശേഷം ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും പ്രസിഡന്റിൻ്റെ ആ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു വന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രസിഡന്റ് യൂങ് സുക്യൂൾ ഇത്തരത്തിലൊരു മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു നടപടി ഇനിയുണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും പ്രസിഡന്റിൻ്റെ പദവിയിൽ തുടരുന്ന ഒരാൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് കാര്യക്ഷമമായ നിരീക്ഷണങ്ങൾക്കും അതുപോലെ തന്നെ അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമായിരിക്കണം എന്ന ഒരു അടിസ്ഥാന തത്വം പോലും പാലിക്കാതിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടി. പീപ്പിൾസ് പവർ പാർട്ടി നേതാവ് ഹാൻ ഡോങ് ഹുൻ ഇക്കാര്യം വളരെ കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ സാഹചര്യം പ്രസിഡന്റിനെതിരായി തിരിയുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഉത്തര കൊറിയയുമായി ചേർന്നാണ് ഈ പ്രതിപക്ഷം, അതായത് ദക്ഷിണ കൊറിയയിലെ പ്രതിപക്ഷം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്നൊരു നിലപാട് അറിയിച്ചതോടുകൂടി അതിർത്തിയിൽ പോലും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു അവസ്ഥ വരികയും ചെയ്തു. ഇത്തരത്തിൽ രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് നീങ്ങേണ്ടതില്ല എന്നൊരു പ്രതികരണം രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഭരണപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പാണ് പ്രസിഡന്റ് അവിടെ നേരിടുന്നത്. അതെ.